കേരളത്തിൽ യു ഡി എഫിനെ തോൽപ്പിച്ച എത്ര മണ്ഡലങ്ങൾ? UDF അധികാരത്തിലെത്തും, മുഖ്യമന്ത്രി കസേരയിലേക്ക് ഞാനെത്തുമെന്ന് പറയുന്ന നേതാക്കളുടെ എണ്ണം കൂടുന്ന ഈ സമയത്ത് യുഡിഎഫിനെ തോൽപ്പിച്ച, കോൺഗ്രസ് UDFിനെ തോൽപ്പിച്ച എത്ര മണ്ഡലങ്ങൾ? മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കൊച്ചി, സാക്ഷാൽ മാക്സിയും മുഹമ്മദ് ഷിയാസും മത്സരിക്കുന്ന കൊച്ചിയിൽ VD സതീശന്റെ അഹങ്കാരം, VD സതീശൻ ലാറ്റിൻ സഭയോടെടുത്ത മനോഗതി, അതുപോലെ തന്നെ അവിടെ ദീപ്തി മേരി വർഗീസിനെ ഒതുക്കി ഷിയാസിനെ കൊണ്ടുവന്നതിൻ്റെ ദുരവസ്ഥ, ഇതൊക്കെയാണ് ഷിയാസിനെ അവിടെ തിരിച്ചടിക്കാൻ പോകുന്നത്. മാത്രവുമല്ല, ഷിയാസ് തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് എന്താ? ആണുങ്ങളോട് മാക്സി ഏറ്റുമുട്ടിയിട്ടില്ല എന്ന്. ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഷിയാസ് പറഞ്ഞത് അതിനു മുമ്പ് ഡൊമിനിക് പ്രസന്റേഷനും അതുപോലെ തന്നെ അവിടെ മത്സരിച്ച ടോണി ചമ്മണിയും ആണുങ്ങളല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്ന, ശക്തമായ പോരാട്ടമല്ല അവർ നടത്തിയതെന്നുകൂടി ഷിയാസ് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 10-ാം തീയതി രാവിലെ വെളുപ്പിന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഷിയാസ് പറഞ്ഞത് എന്താ? എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവണം എന്നുള്ളത്. VD സതീശന്റെ അഹങ്കാരം അതുപോലെ കൺസീവ് ചെയ്തേക്കുന്ന ഒരാളായി മാറുകയാണ് ഷിയാസ്. ഷിയാസിനെ തോൽപ്പിക്കാൻ ശക്തമായ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ വലതുപക്ഷം തന്നെ നടത്തി എന്നുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ ഷിയാസ് തോൽക്കുമെന്നിപ്പോൾ എല്ലാ ആളുകളും, നിരീക്ഷകരും പൊതുബോധവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂര് നല്ല കുട്ടിയുടെ, നല്ല അടുക്കും ചിട്ടയുമുള്ള അനുസരണയുള്ള കുട്ടിയുടെ സ്വഭാവം എൽദോസ് കുന്നംപള്ളി കാണിച്ചെങ്കിലും 100% ഉറപ്പാണ്. നിങ്ങൾ പെരുമ്പാവൂരിലേക്ക് പോകൂ, പെരുമ്പാവൂർ ചെന്ന് ഓരോ ആളുകളോട് നിങ്ങൾ ചോദിക്കൂ, കവലയിൽ ചെല്ലൂ, ചായക്കടയിൽ ചെല്ലൂ, ബാർബർ ഷോപ്പിൽ പോകൂ, അവിടുത്തെ മനോഗതി ഏത് മണ്ഡലത്തിലും അറിയുന്ന ഓട്ടോ തൊഴിലാളികളോട് ചോദിക്കൂ. ടൈറ്റ് എന്ന് പറഞ്ഞതിൽ നിന്നും അവർ മാറിയിരിക്കുന്നു. പെരുമ്പാവൂര് UDFിന് നഷ്ടപ്പെടുമെന്നുള്ള രീതിയിലേക്ക് ആ നാടിന്റെ പൾസ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ പെരുമ്പാവൂര് പണിയെടുത്തത് UDFകാരാണെന്നേ, കോൺഗ്രസ്സുകാരാണെന്നേ. കോൺഗ്രസിന്റെ അടി കാരണം തിരിച്ചടി UDFിന് കിട്ടുന്ന മണ്ഡലങ്ങളാണ് നമ്മൾ എണ്ണി ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ വടക്കോട്ട് പോയാൽ കൊല്ലത്ത് ഇന്ന് മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്ത എന്താ? കൊല്ലത്ത് ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്താൻ കാത്തിരുന്ന് ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു സീറ്റ് കിട്ടിയതാ. ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്താൻ, ആ വനിതാ കാൻഡിഡേറ്റിനെ പരിപൂർണമായി പരാജയത്തിലേക്ക് തള്ളിവിടാൻ പണിയെടുത്തവരുടെ പേരാണ് കോൺഗ്രസ്. കൃത്യമായ പണികൾ. റൂമിനകത്ത് അവർ അടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്തതിന്റെ വീഡിയോ രാഷ്ട്രീയ കേരളം എന്ന് കണ്ടില്ലേ? ഒരൊറ്റ കോൺഗ്രസ് നേതാവ് അതിനെതിരെ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് അതിനുള്ള സമയം? മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണെന്നുള്ളത് കൊണ്ട്. കണ്ണൂര് സാക്ഷാൽ K സുധാകരൻ ഹൈക്കമാൻഡിനെ വിറപ്പിച്ച് രാജ്യത്തിന്റെ മുഴുവൻ ഫോക്കസ് കേരള രാഷ്ട്രീയത്തിലേക്ക് മാറ്റി. കേരള രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ഫോക്കസ് KS എന്നൊരൊറ്റ ബീമിലേക്ക്, ഒരൊറ്റ പോയിന്റിലേക്ക് മാറ്റിയ ദിവസങ്ങൾ നമ്മൾ കണ്ടതാ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് KS കണ്ണൂര് വിമാനമിറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു KS അനുസരണയുള്ള കുട്ടിയായി, ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് KPCC അധ്യക്ഷനായ സുധാകരൻ, അദ്ദേഹം ഒരു സ്വയം കേഡറായി മാറി. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഓർത്തുപോയി. 100% ഉറപ്പാണ്. അടിയൊഴുക്കിന്റെ കേന്ദ്രമേ കണ്ണൂർ. KS വിഭാഗം നടത്തിയ അടിയൊഴുക്കിന്റെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ ആ മണ്ഡലത്തിൽ പോലും ചോദിക്കേണ്ട. പെരുമ്പാവൂരൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ, മാക്സിയുടെ ഷിയാസിന്റെ കൊച്ചിയിൽ ചോദിക്കുന്നത് പോലെ കണ്ണൂർ അടിയൊഴുക്കുണ്ടെന്ന് തലയ്ക്ക് വെളിവുള്ളവർ, രാഷ്ട്രീയത്തിന്റെ സാക്ഷരത കുറിച്ചവർക്ക് പോലും മനസ്സിലാവും എന്നുള്ളതാണ്. കണ്ണൂര് കൃത്യമായി UDF സ്ഥാനാർത്ഥി തോറ്റമ്പുമെന്നുള്ളതിന് ഒരു സംശയമുള്ളവർ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പേരാവൂര് KSന് കിട്ടിയ ഒരു അടി നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കണ്ണൂര് KSന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന മറ്റൊരു മണ്ഡലം കൂടിയാണ് പേരാവൂർ. ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് KSന് അവിടെയെല്ലാം. പേരാവൂര് KPCC അധ്യക്ഷൻ അവിടെ ചെന്നൊരു വളിച്ച ചിരിയോടെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ മിമിക്രി കാണിച്ച് പുറത്തു വന്നാലും സംഭവിച്ചേക്കുന്നത് ശൈലജ ടീച്ചറുടെ വിജയത്തിലേക്ക് പേരാവൂർ പോകുന്നു എന്നുള്ളതാണ്. KS ഫാക്ടർ, ശൈലജ ഫാക്ടർ, കൃത്യമായ ഡെവലപ്മെന്റിന്റെ, വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ ഫാക്ടർ, ഇതൊക്കെ അവിടെ വീണ്ടും ശൈലജ ടീച്ചറിന്റെ പേര് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. തൃക്കരിപ്പൂർ ഒരൊറ്റപ്പെട്ട് കിടക്കുന്ന മണ്ഡലമാണെങ്കിലും കാസർഗോഡിന്റെ തൃക്കരിപ്പൂർ എന്ന നിയോജക മണ്ഡലത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത
കോൺഗ്രസ് നേതാക്കൾ ബാഹുല്യമാണ് അവിടെ ലോക്കൽ നേതാക്കൾ മത്സരിക്കാൻ. അവരെയെല്ലാം മാറ്റി നിർത്തി സന്ദീപ് വാര്യർക്ക് ഏതോ സമയത്ത് KPCCയോ കോൺഗ്രസ് നേതൃത്വമോ കൊടുത്ത ഒരു സീറ്റിന്റെ പേരിൽ മറ്റൊരിടത്തും അടി കാരണം നിർത്താൻ പറ്റിയില്ല. പാലക്കാട് പറ്റിയില്ല, അതുപോലെ തന്നെ പാലക്കാടിന്റെ നിയോജക മണ്ഡലങ്ങളിൽ പറ്റിയില്ല, തൃശ്ശൂർ പറ്റിയില്ല. അങ്ങനെ കൊണ്ടുപോയി കെട്ടിയിറക്കി തൃക്കരിപ്പൂര്. കൃത്യമായി കോൺഗ്രസ് മിഷനറി വട്ടമിട്ട് പണിയെടുത്തു സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ എന്നുള്ളതാണ്. ഇതെല്ലാം കൃത്യമായി പുറത്തു വരുന്ന ദിവസത്തിന്റെ പേര്, ദിവസത്തിന്റെ ഡേറ്റ് മെയ് 4. എഴുതി വെച്ചോ നിങ്ങൾ. പെരുമ്പാവൂർ, കൊച്ചി, കൊല്ലം, കണ്ണൂർ, പേരാവൂർ, അവസാനം തൃക്കരിപ്പൂർ. ഇങ്ങനെ മൊത്തം 6ഓളം മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് UDFനെ പരാജയപ്പെടുത്തുന്നത്.